ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് ആട്ടാ. അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ, ഡോക്ടർസ് ടവർ, നിയർ ബസ് സ്റ്റാൻഡ്, ചേലക്കര. ചേലക്കരയിലെ പുറമ്പോക്ക് കയ്യേറ്റം ഒഴിപ്പിക്കൽ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചു. 22-ന് മുൻപായി സ്വയം ഒഴിയാൻ വീണ്ടും നോട്ടീസ് നൽകി. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ 21-ാം വാർഡിൽ സർവേ നമ്പർ 263 ഉൾപ്പെട്ട 1.21 സെന്റ് പുറമ്പോക്ക് ഭൂമി കയ്യേറി താമസിച്ചിരുന്ന വീടുകൾ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഇന്ന് രാവിലെ 8 മണിയോടെ വൻ പോലീസ് സന്നാഹത്തോടെ ആരംഭിച്ചെങ്കിലും കയ്യേറ്റം നടത്തിയവരുടെ ആത്മഹത്യാ ഭീഷണിയെ തുടർന്ന് താൽക്കാലികമായി നിർത്തിവെച്ചു. കുളത്തിങ്കൽ വീട്ടിൽ ബീവാത്തുമ്മ, ചിറ്റലപ്പിള്ളി ഷീബ എന്നിവർ കൈവശം വെച്ചിരുന്ന ഭൂമിയാണ് ഒഴിപ്പിക്കാൻ ശ്രമിച്ചത്. 2014 മുതൽ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുള്ള ഈ കേസിൽ 2021-ലെ ഓംബുഡ്സ്മാൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിച്ചിരുന്നു. ഇതിനിടെ 2025 മാർച്ചിൽ ഹൈക്കോടതി വിധി പ്രകാരം ഒഴിപ്പിക്കേണ്ടതായിരുന്നു. ഈ വിധിക്കെതിരെ ശ്രീമതി ബീവാത്തുമ്മ സുപ്രീം കോടതിയിൽ പോയെങ്കിലും സുപ്രീം കോടതിയും വിധി തള്ളിക്കളഞ്ഞു. എന്നിട്ടും ഒഴിപ്പിക്കൽ വൈകിയതിനെ തുടർന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കോടതി അലക്ഷ്യ ഹർജി നിലവിൽ വന്നു. ഈ സാഹചര്യത്തിൽ ഡിസംബർ 3-നുള്ളിൽ ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഹൈക്കോടതി വീണ്ടും നിർദ്ദേശിച്ചതിനെ തുടർന്നാണ് ഇന്ന് രാവിലെ തഹസിൽദാർ, പോലീസ്, ഫയർഫോഴ്സ്, ദേവസ്വം അധികാരികൾ എന്നിവരുടെയെല്ലാം സാന്നിധ്യത്തിൽ നടപടികൾക്കായി പഞ്ചായത്ത് അധികൃതർ എത്തിയത്. നയങ്ങളെല്ലാം നടപ്പിലാക്കണത് ഞങ്ങൾ വീട് തുറന്നിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ അതേപോലെ പറഞ്ഞത്. നിങ്ങൾ ഈ ഫോഴ്സിനെ വിളിച്ചിട്ട് വന്നിട്ട് നിങ്ങൾ മാന്യമായിട്ട് ഈ ഫോഴ്സിനെ കൊണ്ട് ഞാൻ പറയണത് ഇതുപോലെ നിങ്ങൾ ഫോഴ്സിനെ കൊണ്ട് വന്നിട്ടാണോ നിങ്ങൾ ഇല്ല ഇല്ല ഞങ്ങൾ അതിലെ പറഞ്ഞ് ആ സാറിൽ ഞങ്ങൾ പറഞ്ഞു ഇവര് ഞങ്ങളുടെ ദയവായി നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ പോലീസിനെ വിട്ടോളി, നിങ്ങൾക്ക് ധൈര്യമായിട്ട് സംസാരിക്കാം. നിങ്ങൾ പോലീസിനെ വിട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങൾ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി സംസാരിക്കാൻ സന്തോഷമായിട്ട് സംസാരിക്കാം. പോലീസിനെ വിട്ടോ, ഒഴിപ്പിക്കാൻ ശ്രമം തുടങ്ങിയതോടെ ബീവാത്തുമ്മയും കുടുംബവും ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും അറിയിപ്പ് നൽകിയില്ലെന്ന് പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു. ആളുകളുടെ ജീവന് ഭീഷണിയുണ്ടായ സാഹചര്യത്തിൽ കോടതി വിധി നടപ്പാക്കേണ്ടതുണ്ടെങ്കിലും ഇന്ന് ഒഴിപ്പിക്കൽ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കാൻ സർക്കാർ സംവിധാനം തീരുമാനിച്ചു. മാഡം നിങ്ങൾ കോടതിയെ ഞങ്ങളുടെ സ്ഥലം കിട്ടാണ്ടാണോ നിങ്ങൾക്ക് ചേലക്കര പഞ്ചായത്ത് നിങ്ങൾ നോട്ടീസ് നിങ്ങൾ കോടതിയിലെ കൊടുക്കേണ്ടത്. ചേലക്കര പഞ്ചായത്തിൽ 22 വാർഡിൽ 22 വാർഡിൽ പിന്നെ ഇതാ ഞങ്ങൾക്ക് ഈ ഫയൽ ചെയ്തതിൻ്റെ നമ്പർ അപ്പീല് മാഡം ഈ ഫയൽ ചെയ്തതിന്റെ നമ്പർ തരാം. നിങ്ങള് നേരെ ചൊവ്വ നല്ല സ്ഥലത്ത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു മര്യാദയുള്ളൂ. മനസ്സിലായോ? ഒരു 73 വയസ്സായ ക്യാൻസർ രോഗീനെ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റിയിട്ട് നിങ്ങൾക്ക് അവിടേക്കാണ് നിങ്ങൾക്ക് വിഷമിട്ടിരിക്കുന്നത്. ഈ പഞ്ചായത്തിന് വിഷമിട്ടിരിക്കുകയാണോ? ഇനി ഇത് ഇവിടെ ഒട്ടിക്കാൻ പറ്റില്ല. കയ്യേറ്റക്കാർക്ക് നവംബർ 22-നുള്ളിൽ ഒഴിഞ്ഞു മാറണമെന്ന് കാണിച്ച് വീണ്ടും അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ കോടതി വിധി അനുസരിക്കേണ്ടത് പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തമാണെങ്കിലും ജീവന് അപായമുണ്ടാക്കുമെന്ന ഭീഷണി കണക്കിലെടുത്താണ് നടപടികൾ താൽക്കാലികമായി നിർത്തിവെച്ചതെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പി ജയലക്ഷ്മി അറിയിച്ചു. ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 21-ലെ സർവേ നമ്പർ 263-ൽ പെട്ട 1.21 സ്ഥലം ബീവാത്തുമ്മ, ഷീബ എന്നിവരെ കൈവശം വെച്ചിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് 2014 മുതൽ ഗ്രാമപഞ്ചായത്തിലെ കേസുകളും പരാതികളും ഉള്ളതാണ്. 2021-ലെ ഓംബുഡ്സ്മാൻ ഉത്തരവ് പ്രകാരം തുടർ നടപടികൾ നാളിതുവരെ സ്വീകരിച്ചു വരികയാണ്. അതിന് കഴിഞ്ഞ 2025 മാർച്ചിൽ ഹൈക്കോടതി വിധി പ്രകാരം ഒഴിപ്പിക്കേണ്ടതായിരുന്നു. അതിനെതിരെ സുപ്രീം കോടതിയിൽ ശ്രീമതി ബീവാത്തുമ്മ പോവുകയും സുപ്രീം കോടതി പ്രസ്തുത വിധി തള്ളുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ്. ഈ സാഹചര്യത്തിൽ വീണ്ടും ഹൈക്കോടതി ഡിസംബർ 3-നുള്ളിൽ ഒഴിപ്പിച്ച് റിപ്പോർട്ട് ചെയ്യണമെന്ന് ഗ്രാമപഞ്ചായത്തിനോട് അറിയിച്ചത് പ്രകാരം ഇന്ന് വീണ്ടും ഒഴിപ്പിക്കാൻ വേണ്ടി പോലീസ്, ഫയർഫോഴ്സ്, തഹസിൽദാർ,
എന്നിങ്ങനെ ദേവസ്വം അധികാരികൾ എന്നിവരുടെ എല്ലാ സാന്നിധ്യത്തിൽ വരികയും ശ്രീമതി ഷീബ വെറുതപ്പൻ എന്നിവർ അവരുടെ വീടുകളിൽ ഇല്ലാതിരിക്കുന്ന സാഹചര്യവും ദീവാത്തുമ്മ കുടുംബവും അവരെ ആത്മഹത്യ ചെയ്യുമെന്ന് അപായ ഭീഷണി മുഴക്കുകയും അവരെ അറിയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് വളരെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുകയും ചെയ്ത സാഹചര്യമാണ് നിലവിലുള്ളത്. കോടതി വിധി അനുസരിക്കുകയാണ് ഗ്രാമപഞ്ചായത്ത് ചെയ്യേണ്ടത് എങ്കിലും ജീവന് അപായമുണ്ടാക്കും അവർ എന്ന ഒരു ഭീഷണി നിലനിൽക്കുന്നതിനാൽ നിലവിൽ ഇന്ന് ഈ നടപടികൾ ചെയ്യുന്നില്ല. ഒപ്പം അവരെ വീണ്ടും ഒരു അറിയിപ്പ് നൽകി അവിടെ അവർക്ക് 22-നുള്ളിൽ ഒഴിഞ്ഞു മാറണമെന്നൊരു അറിയിപ്പ് നൽകി സർക്കാർ സംവിധാനം ഇന്ന് പിൻവാങ്ങുകയാണ്. CCV ന്യൂസ് ചേലക്കര.